ഹായ് ഗൈസ്, വെൽക്കം ടു വ്ളോഗ് പറയാനായിട്ട് ചാടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പാർക്കിലേക്ക് വന്നേക്കാണ്. വെറുതെ വൈകുന്നേരം ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എന്താ ഡേറ്റ് കുഞ്ഞാൽ ഒക്ടോബർ 8 ആയപ്പോഴേക്കും ഡേ ടൈം കൂടി. ഇപ്പോൾ സമയം ഏകദേശം 5 മണിക്ക് ആവാറായെങ്കിലും നട്ടുച്ച പോലത്തെ വെയിലാണ്. ഇത് ഇവിടുത്തെ ഒരു പാർക്കാട്ടോ, അതുകൊണ്ട് ഇത്ര കാണാൻ നല്ല ഭംഗി, നല്ല ഗ്രീനറി ഉണ്ട് അല്ലേ? അല്ല കുഞ്ഞാ, നല്ല ഭംഗിയുണ്ടല്ലേ? പിന്നെ പാർക്കിലുള്ള ഓരോ സംഭവങ്ങൾ, കുന്ത്രാണ്ടങ്ങൾ, അതൊക്കെ കാണിക്കാം. പിന്നെ നദാനോട് ഓരോ കുസൃതികൾ. ഇതേ വലിഞ്ഞു കയറണുണ്ടോ? കർത്താവേ, മുകളിലേക്ക് കയറി പോകുന്നുണ്ടീ. അയ്യോ, ഇതൊക്കെ കാണിക്കാം. ഇതിന് വേണ്ടിയാണ്. അയ്യോ അതേപോട് താഴത്ത് മറ്റേ മരത്തിൻ്റെ പീസാട്ടോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടേക്കുള്ള നമ്മുടെ ഈ പാർക്കുകളിൽ, നാട്ടിൽ നമ്മൾ ഈ പുഴമണൽ വിരിക്കുന്ന പോലെ ഇവിടെ അവർ കൂടുതലും ചെയ്യുന്നത് മരത്തിൻ്റെ അറക്കപ്പൊടി എന്നൊക്കെ പറയുന്ന പോലെ അറക്ക കഷ്ണങ്ങളാണ്. ഇതെല്ലാം കല്ലും മണ്ണൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം വുഡാണ്, വുഡൻ പീസ്. ഇതാ ഇവിടെ ഉള്ളൊരു കിളിയാണ്, ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ. ഇവൻ്റെ പ്രശ്നം എന്നുള്ളത്, ഇവൻ കാക്കയും അല്ല പ്രാവും അല്ല, കറുത്ത കളറും വെളുത്ത കളറും മിക്സ് ചെയ്തിട്ട് കാക്കയും പ്രാവും പരിണാമത്തിൽ സംഭവിച്ച എന്തോ ഒരു ടൈപ്പ് ജീവിയെ പോലെയാണ് ഇവരിയ്ക്കുന്നത്. ഓടലടാ ഒന്ന് എടുക്കട്ടാ. ഏയ് ഒളിച്ച് നിൽക്കണം, അവൻ ഒളിച്ച് നിൽക്കണം. കണ്ടോ? ഇപ്പം വരാടാ. അവനോട് ബാക്കിൽ നിന്ന് ഹലോ ഗൈസ് വരണം. കണ്ടോ, ഈ കിളി പ്രാവും അല്ല കാക്കയും അല്ല, സൈസും ഉണ്ട്. തിന്നാൻ കുറേ കിട്ടണോണ്ടായിരിക്കും കേട്ടോ, നല്ല സൈസ് ഉണ്ട്. ഇതിന് മാത്രമല്ല, എല്ലാത്തിനും നല്ല സൈസ് ഉണ്ട്. എന്താടാ? അയ്യോ, ദേ ഒരുത്തനെ മുകളിലെത്തി. മതി ഇനി എന്റെ പൊക്കത്തോട്ട് കയറണ്ട, നീ വീഴും, എനിക്ക് പേടിയാ. വന്നെ ഓടി അതിന്റെ പൊക്കത്തുനിന്ന് ഇറങ്ങി. എന്താണത്? ഇത് കറങ്ങണതാ, റൊട്ടേറ്റ് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ 4 ചായയും വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആട്ടി കഴിഞ്ഞ അടിപൊളിയായിരിക്കും അല്ലേ? അയ്യോ, എൻ്റെ കയ്യിൽ കപ്പ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാ. ഇതിന്റെ ഉള്ളിലേ 4 ചായയും വെച്ചിട്ട് ചായ കുടിക്കണം. എന്നിട്ട് ഇങ്ങനെ കറക്കണം ചായ കുടിക്കുമ്പോൾ. ഇനി മതി, തലറങ്ങും. ഞാൻ വേറൊരു ടൈപ്പ് കിളീനെ കാണിച്ചു തരാം കേട്ടോ. ഇത് കറക്റ്റ് പ്രാവിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കളറ് കണ്ടോ? അതിൻ്റെ താടി മുതൽ അടി വരെ ഒരു കൈൻഡ് ഓഫ് പിങ്കിഷ് ചാര കളറാണ്. എന്നിട്ട് അതിൻ്റെ പറക്കുന്ന തൂവലിനൊക്കെ നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന പ്രാവിൻ്റെ പോലത്തെ ഒരു കളറുമാണ്. കണ്ടോ? അതിൻ്റെ തല വെളുത്തതുമാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ കോമൺ കളറ്. ഇത് മിക്സ് ചെയ്തോ വേറെ കളറൊന്നും വരാറില്ല. ഇങ്ങനത്തെ ഒരുപാടുണ്ട്, കറക്റ്റ് പ്രാവിനെ പോലെ. ഇതൊരു പ്രത്യേക ടൈപ്പ് കിളിയാട്ടോ. ഓസ്ട്രേലിയയിൽ ഒരുപാട് ടൈപ്പ് സ്പീഷീസ് ഉണ്ട്, കണ്ടമാനം സ്പീഷീസ് ഉണ്ട്. ഇവിടെ മാത്രം കാണുന്ന സ്പീഷീസും ഉണ്ട്, വലിയ വൻകരയാണല്ലോ. അപ്പോൾ അതിൽ ഞാനിവിടെ വന്നിട്ട് കങ്കാരുവിനൊക്കെ കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയ പോലെ തന്നെ എക്സൈറ്റഡ് ആയൊരു സംഭവം കേട്ടോ. കറക്റ്റ് പ്രാവ്, എന്നാൽ കളറിൻ്റെ വ്യത്യാസം കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കാക്കയും പ്രാവും ക്രോസ് ആയിട്ടുള്ള കിളിയാട്ടോ ഇരിക്കുന്നത്. അവനൊരു പ്രശ്നക്കാരനാണ്, ഞാൻ ആ കാര്യം മറന്നുപോയി. അവൻ വെറുതെ നമ്മുടെ തല കൊത്താൻ വരും. നമ്മൾ ഈ നടന്നു പോകുമ്പോൾ, നമ്മൾ വെറുതെ പോകുമ്പോഴൊക്കെ നമ്മുടെ തലയിൽ ഇവൻ കൊത്താൻ വരും. ഇപ്പം നദാനുവിനെ കൊത്താൻ വന്നു. എന്നിട്ട് നദാനു പേടിച്ചു പോയി. നദാനോട് ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുമായിരുന്നു അല്ലേ നദാ? പേടിച്ചു പോയാ? അയ്യോടാ പാവം, പേടിച്ചു പോയി. ആണോ? അയ്യോ പാവം. അവൻ ഞാൻ വടി എടുത്തേക്കാണ് ഇനി കൊത്താൻ വന്നവനെ തല്ലാൻ വേണ്ടിയിട്ട്. വെറുതെ തലയിൽ കൊത്താൻ പറ്റും. അവന് വേറെ ഇടത്തും പോയി കൊത്തിയാൽ പോരെ? എന്തിനീ മനുഷ്യന്മാരുടെ തല വന്ന് കൊത്തണ? അവിടെ ഇരിപ്പുണ്ടവൻ. കണ്ടോ? ഇവനാണ് പ്രശ്നക്കാരൻ. പക്ഷെ ഒരുവിധപ്പെട്ട ഞാൻ ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സാധനം തലയിൽ കൊത്താൻ വരുമെന്ന്. സമ്മറാകുമ്പോൾ കൊത്താൻ വരുമെന്ന് കേട്ടിട്ടില്ല. ഇതെന്താ സമ്മറിൽ മാത്രം കൊത്താൻ വരുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ ബാക്കിലുള്ള ഐഡിയ? മനസ്സിലാവുന്നില്ല. രണ്ടാമതും കൊത്താൻ വന്നു അല്ലേ? അയ്യോ, നദാന മതി, എന്നെ വേണ്ട. എത്ര നേരം ഞാനവിടെ നിന്നിട്ട് എന്നെ കൊത്താൻ വന്നില്ല. കിഡ്സിനെ മതി എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് കളിക്കണ്ട, അവൻ അവിടെ തന്നെ ഇരിക്കണ്ട്. ഇനി വല്ല പക്ഷീനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് വല്ല പ്രശ്നമായാലോ? അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് കേൾക്കണ്ട്. രക്ഷപ്പെട്ടോ, കൊത്താൻ വന്ന കിളി.
ആ അവിടെ അത് പാവമാണ്. ആ ദേടി ഇത് പച്ച കളർ കിളി. ഇവിടെ കിളികളുടെ സങ്കേതാട്ടോ. അതല്ല, അത് കിളിയല്ല. എവിടെയാ? ആ ദേ പച്ചയുടെ ഇടയിൽ ഒരു പച്ചക്കിളി. അയ്യോ അതിനെ കാണാൻ പോലും പറ്റുന്നില്ല. ആ അതേനാ. അയ്യോ ഒരു പ്രത്യേക ടൈപ്പ് കിളി അല്ലേ. ഈ പാർക്കിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ പേര് ലിബർട്ടി സ്വിങ് എന്നാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു സാധാരണ ഒരു സ്വിങ് ആണ്, എന്താ സംഭവം നോക്കേണ്ടി വന്നതാണ്. പക്ഷേ ഇത് വീൽ ചെയറൊക്കെ ആയിട്ട് ഇപ്പോൾ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വീൽ ചെയറൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ വീൽ ചെയർ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് ഇത് ലോക്ക് ചെയ്ത്, പിന്നെ വീൽ ചെയറിന് എന്തെങ്കിലും ടയർ ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഇവിടെ നമുക്ക് കീ വാങ്ങിക്കാൻ പറ്റും. ഇവരുടെ സർവീസിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് നമ്മളിത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആടാൻ പറ്റും, ഊഞ്ഞാലാടാൻ പറ്റും. അതായത് വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒന്ന് ഊഞ്ഞാലാടണം എന്നൊക്കെയുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച ഒരു പുതിയ സംഭവം കേട്ടോ. ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റും. എന്താ? ഓ നീ പോടാ, അവനൊരു കൊത്തണ കിളിയും ഉണ്ട് അവൻ്റെ. നല്ലൊരു സംഭവം അല്ലേ. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം അവരിങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ, വീൽ ചെയറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം വന്നാൽ നല്ലതായിരിക്കില്ലേ. കഴിഞ്ഞോ? കൊത്താൻ വന്ന് പേടിച്ച്. ഹാറ്റ് വെച്ചില്ലെങ്കിൽ അത് വന്ന് കൊത്തൂല്ലേ. ഓക്കെ ഓക്കെ എന്നാ കറി കയറിക്കോ. ബൈ പറഞ്ഞു. ബൈ 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 ബൈ.